നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. നാരദീയ മഹാപുരാണം പൂർവഭാഗം 1-ാം പാദം 31-ാമത്തെ അധ്യായം യമദൂത കൃത്യ നിരൂപണം. നാരദൻ പറഞ്ഞു, പുണ്യശീലന്മാർക്ക് സുഗമവും പാപികൾക്ക് ദുർഗമവുമായ മാർഗത്തെക്കുറിച്ച് പറയാം. 86,000 യോജനയാണ് ഇതിൻ്റെ വിസ്തൃതി. ദാനശീലം പോലെയുള്ള നല്ല സ്വഭാവമുള്ളവർക്ക് അവിടെ എത്തിയാൽ ഒരു പ്രയാസവുമില്ല. പീഡിപ്പിക്കപ്പെടുന്നത് ധർമ്മശൂന്യന്മാരാണ്. പേടിച്ച് വസ്ത്രമില്ലാതെ ചുണ്ടും വായും ഉണങ്ങി കരഞ്ഞുകൊണ്ടാണ് അവരതിലെ പോകുന്നത്. യമഭടന്മാരുടെ ചാട്ട കൊണ്ടുള്ള മർദ്ദനം കിട്ടുന്നുണ്ടായിരിക്കും. ചളി, തീയെ, ചുട്ടുപഴുത്ത മണൽ, ഉരുകിയൊഴുകുന്ന പാറ, മുള്ളു നിറഞ്ഞ മരങ്ങൾ, കയറാൻ പറ്റാത്ത പാറകൾ നിറഞ്ഞ പർവ്വതങ്ങൾ, ഇരുട്ട് നിറഞ്ഞ ഗുഹകൾ, സൂചി പോലെ തറയ്ക്കുന്ന മുള്ളുകൾ, പായൽ, മുളങ്കൂട്, വ്യാഘ്രങ്ങൾ എന്നിവ നിറഞ്ഞ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചിലപ്പോൾ എന്തെന്നില്ലാത്ത ചൂടും അനുഭവപ്പെടും. കയറുകെട്ടി വലിച്ചും തോട്ടികൊണ്ട് വലിച്ചും ആയുധങ്ങൾ കൊണ്ട് മുറിവേൽപ്പിച്ചും മൂക്കിൽ കയറിട്ട് വലിച്ചും കുടൽമാലകൾ കൊണ്ട് കെട്ടിയും ലിംഗാഗ്രത്തിൽ ഇരുമ്പിൻ്റെ ഭാരം വഹിച്ചുകൊണ്ടും പോകുന്നവരുണ്ടാകും. കാതിലും മൂക്കിലും 2 വശത്തും ഇരുമ്പ് കെട്ടിത്തൂക്കിയിട്ടുള്ളവരെയും കാണാം. ചിലർ നടക്കുന്നത് വേച്ചാണ്. ചിലരുടെ പിന്നാലെ നടന്നടിക്കുന്നുണ്ട്. കണ്ണടച്ച് ദീർഘശ്വാസം വിടുന്നുണ്ട്. ചിലർ തണലോ വെള്ളമോ ഇല്ലാത്ത വഴിയിലൂടെ താൻ ചെയ്ത തെറ്റുകളെക്കുറിച്ച് ചിലർ വിലപിക്കുന്നു. ധർമ്മിഷ്ഠന്മാരായവർ സുഖമായിട്ടാണ് യമമന്ദിരത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അന്നദാനം ചെയ്തിട്ടുള്ളവർ സുഖമായി ഭക്ഷണം കഴിച്ചു കൊണ്ടുപോകുന്നു. വെള്ളം കൊടുത്തിട്ടുള്ളവർ പാല് കുടിച്ചു കൊണ്ടുപോകുന്നു. മോര്, തൈര് എന്നിവ ദാനം ചെയ്തിട്ടുള്ളവർക്കെല്ലാം അതാതിനനുസരിച്ച് ഫലം കിട്ടുന്നുണ്ട്. നെയ്യ്, തേൻ, പാൽ എന്നിവ ദാനം ചെയ്തിട്ടുള്ളവർ അമൃത് കുടിച്ചുകൊണ്ടാണ് നീങ്ങുന്നത്. പച്ചക്കറികൾ കൊടുത്തിട്ടുള്ളവർ പായസം കഴിക്കുന്നു. ദീപം കൊളുത്തിയിട്ടുള്ളവർ ദിക്കുകളെ പ്രകാശിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത്. വസ്ത്രദാനം ചെയ്തിട്ടുള്ളവർക്ക് കിട്ടുന്നത് ദിവ്യാംബരങ്ങളാണ്. ഗോദാനം ചെയ്തിട്ടുള്ളവർ എല്ലാ സൗകര്യങ്ങളുമുള്ള വിമാനത്തിൽ അപ്സര സ്ത്രീകളോടൊപ്പം സഞ്ചരിക്കുന്നു. കുതിര, വാഹനം, ആന, പൂക്കൾ, താമ്പൂലം എന്നിവ ദാനം ചെയ്തിട്ടുള്ളവർ അത്യധികം സന്തോഷത്തോടെയാണ് കടന്നു പോകുന്നത്. മാതാപിതാക്കളുടെ ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ ദേവന്മാരുടെ സ്തുതിവചനങ്ങൾ കേട്ടുകൊണ്ടാണ് പോകുന്നത്. യതി, വ്രതാനുഷ്ഠാനം ചെയ്യുന്നവർ, ദ്വിജന്മാർ എന്നിവരെ ശുശ്രൂഷിച്ചിട്ടുള്ളവരും വളരെ സുഖമായിട്ടാണ് പോകുന്നത്. വിദ്യാദാനത്തിൽ ശ്രദ്ധിച്ചിട്ടുള്ളവരെ ബ്രഹ്മപുത്രന്മാർ നേരിട്ട് സ്തുതിക്കുന്നുണ്ട്. പുരാണപാഠകന്മാരെ മുനീശ്വരന്മാർ സ്തുതിക്കുന്നു. ശംഖം, ചക്രം, ഗദ, വാള് എന്നിവ പിടിച്ച് 4 മുഖത്തോടെ സുഹൃത്തിനെ പോലെ അവരെ സ്വീകരിക്കുന്നു. അല്ലയോ ബുദ്ധിമാന്മാരെ, ഇഹലോകത്തിനും പരലോകത്തിനും വേണ്ട പുണ്യം നിങ്ങൾ നേടിയിരിക്കുന്നു. അനിത്യമായ മനുഷ്യജന്മത്തിലൂടെ നിശ്ചയമായത് സാധിച്ചെടുക്കാത്തവർ തീരെ ബുദ്ധിയില്ലാത്തവരാണ്. യാതനകൾ നിറഞ്ഞതും മലപൂരിതവുമായ ശരീരം നിത്യമാണെന്ന് വിശ്വസിച്ചവരാണ് ആത്മഘാതകർ. പ്രാണികളാണ് ലോകത്തിൽ ശ്രേഷ്ഠമായത്. പ്രാണികളിൽ വെച്ച് ബുദ്ധിജീവികളിൽ മനുഷ്യർ, മനുഷ്യരിൽ ബ്രാഹ്മണർ, ബ്രാഹ്മണരിൽ വിദ്വാൻമാർ, വിദ്വാൻമാരിൽ ബുദ്ധിയുള്ളവർ, ബുദ്ധിയുള്ളവരിൽ പ്രവർത്തിക്കുന്നവർ, പ്രവർത്തിക്കുന്നവരിൽ ബ്രഹ്മവാദികൾ, ബ്രഹ്മവാദികളിൽ ധർമ്മമൻ. ഇവരിലെല്ലാം മുമ്പിലാണ് എന്നും ധ്യാനിക്കുന്നവർ. അതുകൊണ്ട് എങ്ങനെയും ധർമ്മം നിർവഹിക്കണം. ധർമ്മമുള്ളവനെ മാത്രമേ എവിടെയും ആദരിക്കൂ. പുണ്യഫലമായി കിട്ടിയ എൻ്റെ ഭവനത്തിലേക്ക് പോയാലും കുറച്ച് എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് അനുഭവിക്കാം. ഇങ്ങനെ പറഞ്ഞ് യമൻ അവരെ നല്ല മാർഗത്തിലേക്ക് അയച്ച് പാപികളെ വിളിച്ച് കാലദണ്ഡം കൊണ്ട് പ്രഹരിക്കുകയും ചെയ്തു. നാരദൻ പറഞ്ഞു, പ്രളയകാലമേഘത്തിൻ്റെ ഗർജനം, അഞ്ജനപർവ്വതത്തിൻ്റെ കാന്തി, കയ്യിൽ വിദ്യുത് പ്രഭ ചൊരിയുന്ന ആയുധങ്ങൾ, 32 കയ്യുകൾ, 3 യോജന വിസ്തൃതി, ചുവന്ന കണ്ണുകൾ, നീണ്ട മൂക്ക്, പേടിപ്പെടുത്തുന്ന ദംഷ്ടകൾ, കുഴിഞ്ഞ കണ്ണുകൾ, മൃത്യു, ജരം തുടങ്ങിയവർ ചുറ്റും, പേടിപ്പെടുത്തുന്ന രൂപത്തിൽ കൂടെ ചിത്രഗുപ്തനും. ഇതാണ് യമദേവന്റെ രൂപം. ഇതേ ആകൃതിയോട് കൂടിയ കിങ്കരന്മാരും കൂടെയുണ്ട്. പേടിച്ചു വിറയ്ക്കുന്ന പാപികളോട് ചിത്രഗുപ്തൻ പറഞ്ഞുകൊണ്ടിരിക്കും, വിവേകമില്ലാതെ നിങ്ങൾ ഈ പാപം എന്തിനു സമ്പാദിച്ചു വെച്ചു? കാമക്രോധങ്ങൾ നിറഞ്ഞ നിങ്ങളുടെ മനസ്സ് പണ്ട് സന്തോഷത്തോടെ ചെയ്തതാണ് ഇതൊക്കെ. അതിൻ്റെ യാതനകൾ അനുഭവിച്ചേ പറ്റൂ. ദുഃഖിച്ചിട്ട് കാര്യമില്ല. മിത്രങ്ങൾക്കും പുത്രകളത്രാദികൾക്കും വേണ്ടിയാകും ഇത് ചെയ്തിട്ടുണ്ടാവുക. എന്നാൽ ഫലം അനുഭവിക്കാൻ നിങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. നിങ്ങൾ സംരക്ഷിച്ചവരെല്ലാം വേറെ എവിടേക്കോ പോയിരിക്കുന്നു. നിങ്ങൾ ചെയ്ത പാപങ്ങളുടെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടതായി വന്നിരിക്കുന്നു. ചെയ്തുപോയ തെറ്റുകളെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. യമൻ ശിക്ഷിക്കുമെന്ന് അന്ന് ഓർത്തില്ലേ? ദരിദ്രനും മൂർഖനും പണ്ഡിതനും വീരനും യമന് ഒരുപോലെയാണ്. പാപികൾ ചിത്രഗുപ്തൻ്റെ വാക്കുകേട്ട് പേടിച്ച് തങ്ങൾ ചെയ്ത തെറ്റുകളെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടു നിൽക്കും. ആജ്ഞാനുവർത്തികളായ യമദൂതന്മാർ
ഇവരെ നരകത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യും. ദുഷ്കർമ്മത്തിൻ്റെ ഫലം മുഴുവൻ അനുഭവിച്ചു കഴിയുമ്പോൾ താവരാദികളായി ഭൂമിയിലെത്തും. എൻ്റെ മനസ്സിൽ ഒരു സംശയമുണ്ട്. എന്നേക്കാൾ മുമ്പുണ്ടായ അങ്ങേക്ക് അത് തീർത്തു തരാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. ധർമ്മങ്ങളും പാപങ്ങളും പലതരത്തിലുള്ളതാണ്. വളരെ കാലം കൊണ്ടാണ് അവയുടെ ഫലം അനുഭവിക്കേണ്ടതും. ബ്രഹ്മദിനം അവസാനിക്കുമ്പോൾ ഈ ലോകം മുഴുവനായി തന്നെ നശിക്കുമല്ലോ. 2 പരാർത്ഥങ്ങൾ കഴിഞ്ഞാൽ ബ്രഹ്മാണ്ടവും ഇല്ലാതാകും. ഗ്രാമം പോലെയുള്ള വസ്തുക്കൾ ദാനം ചെയ്യുന്നതിലൂടെ കോടിസഹസ്രം കൽപ്പങ്ങൾ പുണ്യമനുഭവിക്കാമെന്നും അങ്ങ് പറഞ്ഞു. ജനാർദ്ദനൻ മാത്രമേ അന്ന് അവശേഷിക്കുന്നുണ്ടാകൂ. പുണ്യപാപങ്ങൾ ഈ പ്രളയകാലത്ത് ഇല്ലാതാവുമോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. സനകൻ പറഞ്ഞു, നല്ല ചോദ്യമാണ്, ഞാൻ പറയാം. ശ്രദ്ധിച്ചു കേൾക്കണം. അതീവ രഹസ്യമാണ് ഈ കാര്യം. നിർഗുണനായ നാരായണൻ ഗുണവാനായ പ്രതീതി ഉണ്ടാക്കും. അദ്ദേഹം മായാമോഹങ്ങൾക്ക് അതീതനാണ്. ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ എന്നീ 3 ഭാവങ്ങളിൽ വേറിട്ട് നിൽക്കുന്നത് പോലെ തോന്നും. ഗുണത്തിൻ്റെ വ്യത്യാസത്തിൽ വേറിട്ട് നിൽക്കുന്ന ഇവർ ഒന്നു ചേർന്നാണ് ലോകകാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത്. ബ്രഹ്മാവായി സൃഷ്ടിക്കുന്നു, വിഷ്ണുവായി സംരക്ഷിക്കുന്നു, അവസാനം രുദ്രനായി എല്ലാം വിഴുങ്ങുകയും ചെയ്യുന്നു. പ്രളയത്തിൻ്റെ അവസാനം ജനാർദ്ദനൻ ബ്രഹ്മരൂപത്തിൽ ഉയർത്തെഴുന്നേറ്റ് പഴയതുപോലെ ജഗത് സൃഷ്ടി നടത്തുന്നു. ചെയ്ത പുണ്യപാപങ്ങളുടെ ഫലം തീർച്ചയായും അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അനുഭവിക്കാത്ത കർമ്മഫലം കോടികൽപ്പങ്ങൾ നിലനിൽക്കും. നല്ലതായാലും മോശമായാലും അനുഭവിച്ചേ തീരൂ. സർവ്വലോകങ്ങളുടെയും അന്തരാത്മാവായ ജഗന്മയനായ വിഷ്ണു എല്ലാ ഫലങ്ങളും അനുഭവിക്കുന്നു. ഗുണഭേദങ്ങൾക്കനുസരിച്ച് വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശ്വംഭരൻ തന്നെയാണ് സനാതനനായ സർവമുക്ക്. ഇതോടുകൂടി 31-ാമത്തെ അധ്യായം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ